ഹലോ ഗൈസ്, മനസ്സിന് തീരെ കട്ടിയില്ലാത്തവരാണെങ്കിൽ ഈ ഒരു സിനിമ കാണാതിരിക്കുന്നതാണ് നല്ലത് ട്ടാ. അതുപോലെ തന്നെ പെൺകുട്ടികളുള്ള മാതാപിതാക്കളോ അച്ഛനോ അമ്മയോ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ ഒരു മൂവി വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീലക്ഷ്മി ഉമ്മി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, അവൾക്ക് ഇപ്പൊ 12 വയസ്സാണ് കേട്ടോ ഉള്ളത്. ഒരു ദിവസം സ്കൂളിൽ തന്നെ അവൾ തല കറങ്ങി വീഴുന്നുണ്ട്. ചെക്ക് ചെയ്ത ഡോക്ടർ അവൾ പ്രഗ്നന്റ് ആണെന്ന് പറയാണ്. പക്ഷെ ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് ആ ഒരു കൊച്ചിന് തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം അവൾക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന്. ഒരു ഘട്ടത്തില് അവളുടെ അമ്മയാന്ന് വെച്ചാൽ സ്വന്തം അച്ഛനെ, അതായത് ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനെ തന്നെ ഡൗട്ട് അടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ ഈ ഒരു അവസ്ഥക്ക് കാരണം ആരാണ്? അവളുടെ അച്ഛൻ തന്നെ ആയിരുന്നോ ഇതിനുള്ള കാരണം? അവൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും അവൾ അച്ഛനെയാണ്. അപ്പൊ ഒട്ടും ലാഗ് ആക്കാതെ 2018 പുറത്തിറങ്ങിയ മഴയത്ത് എന്ന് പറഞ്ഞ ഒരു മലയാളം മൂവിയുടെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് കിടക്കാം. മൂവിയുടെ തുടക്കം തന്നെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു മലമുകളിലുള്ള വീടാണ് കാണിക്കുന്നത്. ഉമ്മയ്ക്ക് അവളുടെ അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഏത് സമയവും അവള് അച്ഛന്റെ കൂടെയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. എന്നാൽ അച്ഛന്റെ മെക്കിട്ട് കയറി ഇങ്ങനെ കളിക്കുന്ന കാര്യങ്ങളൊന്നും അമ്മക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ എപ്പോഴും അമ്മ അവളെ വഴക്ക് പറയുമായിരുന്നു. ഉമ്മയ്ക്ക് 12 വയസ്സാണുള്ളത്. ഇപ്പൊ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവള് സ്കൂളിൽ പോവാന്ന ടൈമിലും അച്ഛനോടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് പറയുന്നത്. ഉമ്മയുടെ അച്ഛനായിട്ടുള്ള വേണുവും അമ്മയായിട്ടുള്ള അനിതയും ഒന്നിച്ചാണ് വർക്കിനൊക്കെ പോയിരുന്നത്. വർക്കല്ല, അനിതക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളുടെ പേര് സുമ എന്നാണ്. അവള് വലിയ ഫെമിനിസ്റ്റ് ആണ്. എത്ര പേരുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കാനും ഒരു മടിയില്ലാത്ത നല്ല തന്റേടുള്ള പെണ്ണായിരുന്നു അവള്. അതുകൊണ്ട് തന്നെ വേണുവിന് തന്റെ ഭാര്യ അനിത ആ ഒരു സുമയുടെ കൂടെ നടക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടേ ഉണ്ടായിരുന്നില്ല. പകുതിക്ക് വെച്ചിട്ട് അനിതയുടെ ഡിഗ്രി ഡ്രോപ്പ് ആയേക്കാണ്. അതുകൊണ്ട് തന്നെ അതും പറഞ്ഞ് എപ്പോഴും അനിതയെ വേണു ചീത്ത പറയായിരുന്നു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ജോലിയൊക്കെ കിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ ഇവൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡിഗ്രി മുഴുപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ഒരു നല്ല ജോലിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ വേണു എങ്ങോട്ടോ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അടുത്തൊരു കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അടിക്കടിക്ക് അത് വീഴാനായിട്ട് പോകുന്നുണ്ട്. ഇത് കണ്ട വേണു ആ ഒരു കുട്ടിയോട് തന്റെ അടുത്തുള്ള സീറ്റിൽ വന്ന് ഇരുന്നോളാനായിട്ട് പറയാണ്. പക്ഷെ ആ ഒരു കുട്ടി അവിടെ വന്ന് ഇരുന്നതും ആ കൊച്ചിന്റെ അമ്മയാന്ന് വെച്ചാല് അവളെ കണ്ണും കൈയും കാട്ടി അങ്ങോട്ട് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടുകൂടി ആ ഒരു കുട്ടിയെ ഒരു നോട്ടോ നോക്കാണ്. അന്യപുരുഷന്റെ അടുത്ത് പോയിട്ട് എന്തിനാണ് ഇരുന്നേന്നുള്ള ഒരു മട്ടില്. പക്ഷെ ഇത് കണ്ടിട്ട് വേണുവിന് വലിയ സങ്കടാവുന്നുണ്ട് കേട്ടോ. കാരണം വേണുവിന് ഒരു പെങ്കൊച്ചാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവനൊരു മകളെ പോലെയാണ് ആ കുട്ടിക്കൊന്നും പറ്റണ്ടെന്ന് കരുതിയിട്ട് അടുത്ത് പിടിച്ചിരുത്തിയത്. ആ അമ്മനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അനിത ജോലി ചെയ്യുന്നില്ലെങ്കിൽ പോലും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സുമയുടെ കൂടെ എപ്പോഴും എല്ലാ ഫംഗ്ഷനും അവൾ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പൊ ഉമ്മയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതുകൊണ്ട് തന്നെ വേണുവും അനിതയും കൂടി ഒരു ബേക്കറിയിൽ പോയിട്ട് അവൾക്ക് വേണ്ടി കേക്ക് എല്ലാം വാങ്ങുന്നുണ്ട്. എന്നിട്ട് ബർത്ത്ഡേ നന്നായി തന്നെ സെലിബ്രേറ്റ് ചെയ്യാണ്. ആ ഒരു സമയത്ത് ഉമ്മയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു പപ്പിയെ രണ്ടുപേരും കൂടി വാങ്ങി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ചെറിയ ചെറിയ പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ ആയിട്ട് ആ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി സമയമായപ്പോ അനിത ഇപ്പൊ ടിവിയിൽ ഒരു ന്യൂസ് കാണുന്നുണ്ട്. ഒരു കൊച്ചിനെ റേപ്പ് ചെയ്ത് കൊന്ന ഒരാളെ പോലീസുകാരെ കൊണ്ടുപോവാണ്. ആ ഒരു ആളുടെ തലയിലായിട്ട് കറുത്ത് തുണിയിട്ട് മുഖം മറച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ മുഖം മറച്ച് കൊണ്ടുപോകുന്നത്? അവരെ നാണം കെടുത്തണം എന്നാണ് അനിത പറയുന്നത്. എന്നിട്ട് അവൾ അവിടെ കിടക്കാണ്. ഉമ്മയ്ക്ക് അവളുടെ റൂമിൽ ഒറ്റ കിടക്കാനായിട്ട് പേടിയാണ്. ഒറ്റ കിടക്കാൻ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് വരാണ്. എന്നിട്ട് അവരുടെ നടുക്കി കയറി കിടക്കുന്നുണ്ട്. പക്ഷെ അനിതക്ക് ഇത് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അവളൊരു പെൺകുട്ടിയല്ലേ, അപ്പൊ അങ്ങനെ നടുക്കിലൊന്നും കയറി കിടക്കാൻ പാടില്ല എന്നാണ് അനിത പറയുന്നത്. എന്നാ ഉമ്മിയോ അച്ഛന്റെ പുഞ്ഞാര കുട്ടിയല്ലേ, ഞാൻ അച്ഛന്റെ ഒപ്പേ കിടക്കുള്ളൂ, എനിക്ക് പനിക്കുന്ന പോലെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അച്ഛന്റെ അപ്പുറത്ത് കയറി കിടന്ന് അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാണ്. ഇതുകൊണ്ട് തന്നെ അനിതക്കൊന്നും പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം വേണുവിന് ഓഫീസിലേക്ക് ഉമ്മിയുടെ സ്കൂളിൽ നിന്ന് കോള് വരുന്നുണ്ട്. അവൾക്ക് നല്ല പനിയാണെന്നും വന്ന് കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് പറയാണ്. കൃത്യസമയത്ത് തന്നെ വേണുവും സ്കൂളിലെത്തി ഉമ്മയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ വീട്ടിൽ വന്ന് നോക്കുമ്പോഴോ കഥക്ക് പൂട്ടിയിട്ടേക്കാണ്. അനിത വീട്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അനിത വേണുവിനോട് പറയാതെയാണ് പുറത്തു പോയിട്ടുള്ളത്. പുറത്തുനിന്ന് വെച്ചാല് അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള സുമയുടെ അടുത്തേക്കായിരിക്കും അവള് പോയിട്ടുണ്ടാവുക. ഇപ്പൊ ഉമ്മയ്ക്ക് തീരെ വയ്യാതെ അവിടെ വരാതെ തന്നെ അവളെ കിടത്തുന്നുണ്ട്. കുറെ നേരം കഴിഞ്ഞിട്ടാണ് അവിടേക്ക് അനിത എത്തുന്നത്. ചെരുപ്പ് കണ്ട അവൾക്ക് ഭർത്താവും കുട്ടിയും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇന്ന് എന്തായാലും പ്രശ്നമാവുമെന്ന് അവൾ ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുമനോട് അകത്തേക്ക് കയറാൻ പോലും പറയാതെ വേഗം പൊക്കോളാനാണ് അവള് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാല് വേണു ഡോറിന്റെ ലോക്ക് തല്ലി പൊട്ടിച്ചാണ് അകത്തേക്ക് കയറിയിട്ടുള്ളത്. നിനക്കൊന്ന് പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നു എന്ന് വേണു ചീത്ത പറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഒരു ആവശ്യം വന്നപ്പോ പോയതാണ്. ബാറ്ററി തീർന്നു പോയപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതുകൊണ്ടാണ് വിളിച്ച് പറയാഞ്ഞത് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ദേഷ്യം വേണുവിന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. തന്റെ മകളുടെ അടുത്തേക്ക് വന്നിട്ട് അനിത അവളൊന്ന് പുഞ്ഞാരിക്കുന്നൊക്കെ ഉണ്ട്. അടുത്ത ദിവസം ഉമ്മയ്ക്ക് പനി കുറവില്ലാത്തോണ്ട് തന്നെ അവള് സ്കൂളിലേക്ക് പോകുന്നില്ല, ലീവ് എടുത്തേക്കാണ്. അത് മാത്രല്ല മകളെ നോക്കാൻ വേണ്ടിയിട്ട് വേണു ഇപ്പൊ ലീവ് എടുത്തേക്കാണ്. പക്ഷെ രാവിലെ തന്നെ എല്ലാ പണികളും കഴിച്ചു വെച്ചിട്ട് അനിത എങ്ങോട്ടോ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യം
കാര്യവും വേണുവിനോട് അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേണു അപ്പൊ നീ എങ്ങോട്ടാ പോണെന്ന് ചോദിക്കുമ്പോ അവളുടെ ഫ്രണ്ട് സുമയുടെ ബൊട്ടിക്ക് ഇന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്, അവിടെ ഞാൻ ജോലിക്ക് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ജോലിക്കാരിയായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു പാർട്ട്ണറെ പോലെയാണ് സുമ അനിതയെ കാണുന്നത്. അതുകൊണ്ട് അവിടെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ 10,000-10,000 ഒക്കെ കൂടുതൽ കിട്ടുന്നും അവള് പറയുന്നുണ്ട്. എന്നാ വേണു മോൾക്ക് വയ്യാതെ കിടക്കുന്നത് കണ്ടൂടെ, നീ ഇന്ന് പോണ്ടാന്നാണ് പറയുന്നത്. ഇന്ന് പോണ്ടാന്ന് മാത്രല്ല, ഒട്ടും ആ ഒരു ജോലിക്ക് നീ പോകണ്ട, പഠിച്ച് വല്ല ജോലിക്ക് കേറിക്കോ, അല്ലാതെ ഇങ്ങനത്തെ ജോലിക്കൊന്നും കയറണ്ടെന്നാണ് വേണുവിന്റെ അഭിപ്രായം. പക്ഷെ അനിതക്ക് സെൽഫ് ഇൻഡിപെൻഡന്റ് ആയി ആരെ ആശ്രയിക്കാതെ ജീവിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേണുവിനെ അവൾ എതിർക്കാണ്, ഞാൻ എന്തായാലും പോകുന്നു പറയാണ്. വേണു സമ്മതിക്കാതെ തന്നെ അവള് പോകുന്നുണ്ട്. അങ്ങനെ കടയുടെ ഉദ്ഘാടനം ഒക്കെ കഴിയുന്നുണ്ട്. നല്ല സന്തോഷത്തോടുകൂടി തന്നെ അനിത എല്ലാവർക്കും ഡ്രസ്സ് എല്ലാം എടുത്ത് കാട്ടിക്കൊടുക്കുന്നുമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും രാവിലെ പോകുന്നതിന് മുമ്പ് അനിത വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത് വെച്ച് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഉമ്മയ്ക്ക് കൊടുക്കേണ്ട പ്രത്യേക ഫുഡും എല്ലാം റെഡി ആക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അനിത ഇപ്പൊ അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയം വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. വേണു അവളോടൊന്ന് പ്രതികാരം വീട്ടിയതായിരുന്നു. ശരിക്കും അവര് തമ്മിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു പോയതാണ് പ്രശ്നം. ഒരു ചെറിയ സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അവരുടെ രണ്ടുപേരുടെ ഈഗോ തമ്മി സോറി പറയാനായിട്ട് സമ്മതിക്കുന്നില്ല. കുഴപ്പമില്ല, ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. അനിത കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്നിട്ട് തന്റെ ഭർത്താവായ വേണുവിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. താൻ ചെയ്ത പോലെ തന്നെ തന്നോട് പ്രതികാരം ചെയ്യുന്നതാണെന്ന് അനിതക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ടൈം പൊക്കൊണ്ടേയിരിക്കുകയാണ്. രാത്രി ടൈം ആയിട്ട് ഇവര് വരുന്നത് കാണാനില്ല. നേരെ ഇട്ടിട്ടുണ്ടായിരുന്നു. അനിതക്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് സങ്കടം വന്നു തുടങ്ങാണ്. വേണു അന്ന് പൂട്ടിയിട്ട് പോയപ്പോ ലോക്ക് തല്ലി പൊളിച്ച് അകത്ത് കയറി. പക്ഷെ തനിക്ക് ലോക്ക് തല്ലി പൊളിക്കാൻ പോലും പറ്റുന്നില്ല. അതാലോചിച്ച് അവള് കരയാണ്. ഈ സമയത്ത് അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള സുമയെ അവള് വിളിക്കുന്നുണ്ട്. കരഞ്ഞോണ്ട് സംസാരിച്ചോണ്ട് തന്നെ സുമ അവിടേക്ക് എത്തുന്നുണ്ട്. നല്ല മഴ പെയ്യുന്ന ദിവസമായിരുന്നു. സുമയുടെ കൂടെ അനിത അവിടെ നിന്ന് പോകാണ്. പക്ഷെ അന്ന് അവള് പോയ പിന്നെ അവള് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അവര് തമ്മില് വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാവാണ്. വാക്കുതർക്കങ്ങളല്ല, ഉള്ളിലുള്ള ആ ഒരു ഈഗോ കാരണം രണ്ടുപേരും ഇപ്പൊ മാറിയാണ് താമസിക്കുന്നത്. ഉമ്മി അവളുടെ അച്ഛനായിട്ടുള്ള വേണുവിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ അനിത സ്ഥിരമായിട്ട് സുമയുടെ കടയിൽ ജോലിക്ക് പോകാനായിട്ട് തുടങ്ങാണ്. അവളെ ലൈഫ് അവളിങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേണുവിന് താൻ പറഞ്ഞത് കേട്ടില്ല എന്നുള്ള ആ ഒരു ദേഷ്യം കൂടിക്കൊണ്ടേ വരാണ്. ഈ സമയത്ത് ആദ്യമേ വേണു ഒരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാർ അവനക്ക് കിട്ടുന്നുണ്ട്. അനിതയും സെക്കൻഡ് ഹാൻഡ് ഒരു പഴഞ്ചൻ കാർ എടുക്കുന്നുണ്ട്. ആ ഒരു കാറിനാണെങ്കിൽ ഏത് സമയം നോക്കിയാലും പണിയാണ്. ഉമ്മി ഒരാഴ്ച അച്ഛന്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരാഴ്ച അമ്മയുടെ കൂടെ നിൽക്കും. പക്ഷെ അവൾക്ക് കൂടുതൽ ഇഷ്ടം അച്ഛന്റെ കൂടെ നിൽക്കാനായിരുന്നു. പക്ഷെ വേണുവിന് തന്റെ മോളെ നന്നായി നോക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മോളെ ഇപ്പൊ ഹോസ്റ്റലിലാണ് ആക്കിയിട്ടുള്ളത്. വെക്കേഷന് മാത്രം ഉമ്മി രണ്ടുപേരുടെ അടുത്തും മാറി മാറിയായിട്ട് നിൽക്കും. എന്തൊക്കെ പറഞ്ഞാലും ഈഗോ ആണെങ്കിലും വേണുവിന് അനിത പോയേ പിന്നെ മൈൻഡ് തീരെ സുഖില്ലായിരുന്നു. അവൻക്ക് അനിതയെ ആശ്രയിക്കാതെ ഒന്നും തന്നെ ചെയ്യാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കുടിക്കാൻ തുടങ്ങി, സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. അവന്റെ ജീവിതം അവൻ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലൊരു വേലക്കാരിനെ വെക്കാന്ന് വിചാരിച്ചാല് ആണുങ്ങൾ ഒറ്റയ്ക്കുള്ള വീട്ടിലേക്ക് ഒരു വേലക്കാരി പെണ്ണും വരുന്നില്ല. 2 ദിവസം പണിക്ക് വരും, പിന്നെ ആ ഒരു പൈസ വാങ്ങി അവിടെ നിന്ന് പോകും. അങ്ങനെ ഉമ്മയ്ക്ക് ഇപ്പൊ വെക്കേഷൻ ആവാണ്. ആ ഒരു സമയത്ത് അനിതയുടെ കൂടെ ആയിരിക്കും അവള് നിക്കാന്ന് ഒരു പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉമ്മ വിളിച്ചിട്ട് അവൾ അച്ഛന്റെ കൂടെ നിക്കുന്നേന്ന് പറയാം. ഈ സമയത്ത് അനിത വേണുവിനെ വിളിച്ച് അവനെ കുറെ ചീത്ത പറയുന്നുണ്ട്. ഉമ്മയ്ക്ക് എന്റെ കൂടെ നിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണെന്നാണ് അവൻ ചോദിക്കുന്നത്. നിങ്ങൾ വരാതിരുന്നാ മതി, ഞാൻ അവളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാന്ന് അനിത പറയുന്നുണ്ട്. അനിതയുടെ പേര് അവൻ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് മിസ്റ്റേക്ക് എന്നാണ്. ഇപ്പൊ ഉമ്മയെ കൂട്ടാനായിട്ട് അനിത അവിടേക്ക് പോകുന്നുണ്ട്. ഉമ്മയോട് അനിത പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ വരെ ഒന്നുമില്ല, ഞാനാണ് നിന്നെ കൊണ്ടുപോകുന്നത്, നിനക്ക് എന്താ എന്റെ ഒപ്പം വന്നാലും നോക്കെ. എന്നാ ഇവളുടെ വാക്കൊന്നും കേൾക്കാതെ വേണു സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. വേണുവിനെ കണ്ടത് ഉമ്മി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ സൈൻ എല്ലാം ചെയ്ത് വേണുവിന്റെ കൂടെ ഉമ്മി പോകാനായിട്ട് നിൽക്കാണ്. ആ സമയത്ത് ഇവര് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പ്രിൻസിപ്പളിന് മനസ്സിലാവുന്നുണ്ട്. അവളുടെ സ്കൂളിൽ തന്നെ കൗൺസിലിങ്ങിനൊക്കെ വേണ്ടി ഒരു ലിസി മിസ് ഉണ്ടായിരുന്നു. ആ ലിസി മിസ്സിന്റെ അടുത്തേക്ക് വേണുവിനെയും അനിതയെയും പ്രിൻസിപ്പൾ അയക്കുന്നുണ്ട്. അവര് വിചാരിക്കുന്നത് ഉമ്മിയുടെ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഇവരെ കൗൺസിലിംഗ് ചെയ്യാനാണ് പ്രിൻസിപ്പള് അയച്ചത്. കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു തുടങ്ങി ലിസി മിസ് അവർ ഉപദേശിക്കാനായിട്ട് തുടങ്ങാണ്. പക്ഷെ ഇതൊന്നും വേണുവിന് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അനിത അപ്പോൾ ലിസി മിസ്സിനോട് സോറി ചോദിക്കുകയാണ്. ഉമ്മയുടെ ലഗേജ് ഒക്കെ വേണുവിന്റെ കാറിലാക്കി അവളെ യാത്ര അയക്കുന്നുണ്ട്. റോഡിലൂടെ പോകുന്ന സമയത്ത് രണ്ടു കൂട്ടരും 2 കാറിലാണ് ഇപ്പൊ വരുന്നത്. അനിത ഇപ്പൊ ഓടിക്കുന്നത് സുമിയുടെ കാറായിരുന്നു. അവളുടെ കാറ് വർക്ക്ഷോപ്പിലാണ്. ഒരു പാട്ടക്കാര് വാങ്ങിയെന്ന് പറഞ്ഞ് വേണു അവളെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരുടെ ഈഗോകൾ കാർ റേസിംഗ് കാണിക്കുകയാണ്. ഒരാളോ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ മത്സരിച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് അനിതയുടെ കാറ് ആക്സിഡന്റ് ആവുന്നുണ്ട്. ബാക്കിൽ അനിതയുടെ കാർ കാണാതായപ്പോ ഫോൺ എടുത്ത ഉമ്മിയും അമ്മക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. നമ്മുടെ ഫോൺ എടുത്തത് ആശുപത്രിയിൽ നിന്നായിരുന്നു. അങ്ങനെ അവൾക്ക് ആക്സിഡന്റ് പറ്റിയെന്നും ഹോസ്പിറ്റലിലാണെന്നും അവരറിയുന്നുണ്ട്. വേഗം തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ വേണു അനിതയെ കാണാനായിട്ട് പോകുന്നില്ല. എന്നാലും അവിടുത്തെ ബില്ലെല്ലാം അടയ്ക്കുന്നത് വേണു തന്നെയായിരുന്നു. അനിതക്ക് ഇപ്പൊ ഉണ്ടായിരുന്ന ഏക പ്രശ്നം എന്ന് വെച്ചാൽ ആ കാറ് സുമടല്ലേ, സുമയുടെ മോത്തിനി അങ്ങനെ നോക്കുന്നായിരുന്നു അവളുടെ പേടി. പക്ഷെ വേണു ആന്ന് വെച്ചാൽ ആ കാറിന്റെ കീ തന്റെ മകളുടെ കയ്യിൽ നിന്നും വാങ്ങി അത് ശരിയാക്കി കൊടുക്കും
കൊടുക്കാന്ന് പറയാണ്. തമ്മി തമ്മി ഇഷ്ടമില്ലെങ്കിലും അവരുടെ കാര്യങ്ങൾ അവർ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഉമ്മയും വേണും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അന്ന് നല്ല മഴയുള്ള രാത്രിയായിരുന്നു. പോരാത്തതിന് കരണ്ടും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ക്ഷീണത്തോടുകൂടി ഉമ്മി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് വേണുവിന്റെ കണ്ണില് ബെഡിലെല്ലാം രക്തക്കറകൾ കാണുന്നുണ്ട്. ആദ്യം അവൻ വിചാരിക്കുന്നത് ഉമ്മിയുടെ കാലോ കയ്യോ എന്തോ പൊട്ടിയിട്ടുണ്ടെന്നാണ്. പിന്നീടാണ് അവനക്ക് മനസ്സിലാവുന്നത് ഉമ്മി വലിയ ഒരു പെൺകുട്ടിയായെന്നുള്ള കാര്യം. അവളെ ബാത്റൂമിൽ നിർത്തിക്കൊണ്ട് വേണുവിന് എന്താണ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ എന്താണ് ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്നോ അറിയുന്നില്ല. അപ്പൊ തന്നെ അവൻ ഫോൺ എടുത്ത് അനിതയെ വിളിക്കുന്നുണ്ട്. അനിതയോട് കാര്യം പറയാണ്. ഇപ്പൊ അവള് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു, അഡ്മിറ്റ് ആയിരുന്നു. എന്നാൽ പോലും വേണുവിനോട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല കൃത്യമായിട്ട് ഉമ്മയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവള് പറഞ്ഞ പോലെ തന്നെ തുണിയെല്ലാം കറക്റ്റ് മടക്കി കാര്യങ്ങളൊക്കെ ചെയ്യാണ്. പിറ്റേ ദിവസം ഡിസ്ചാർജ് ആയ അനിത വേണുവിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. കൂടെ സുമയുണ്ടായിരുന്നു. സുമയോട് വേണുവിന് ഒരു തരി ദേഷ്യം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എതിർത്തൊക്കെയാണ് സംസാരിക്കുന്നത്. അനിത ശരിക്കും ഉമ്മി അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ സുമ പറഞ്ഞിട്ടാണ് അവളിപ്പോ വേണുവിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ വന്ന പാടെ വീട്ടിലെ ജോലികളൊക്കെ അവൾ തന്നെ നോക്കാനായിട്ട് തുടങ്ങാണ്. പാഡ് വാങ്ങിക്കൊണ്ട് വന്ന് തന്റെ മകൾക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണു ചായ ഇടുന്നുണ്ട്. അവനിപ്പോ അല്ലറ ചില്ലറ കുക്കിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അനിതക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം തന്റെ മകൾക്ക് വേണ്ടി മാറ്റിവെക്കാണ്. അവസാനം അനിത തന്നെ വേണുവിന്റെ മുന്നിൽ തോറ്റുപോകാണ് തന്റെ മകൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ രാത്രി സമയമാവുന്നുണ്ട്. അനിതയും വേണുവും ഒരേ റൂമിൽ തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ അവർക്ക് തമ്മിൽ ഒരു കണക്ഷൻ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. ഉമ്മ ഇപ്പൊ അപ്പുറത്തെ റൂമിലാണ്. പക്ഷെ അന്നത്തെ ദിവസം കരണ്ടും പോയി, ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് നല്ല പേടിയാണെന്ന് അറിയാലോ. രാത്രി സമയത്ത് എപ്പോഴാണ് ഉമ്മി അവരുടെ അടുത്ത് വന്ന് കിടന്നതെന്ന് പോലും അനിതക്ക് അറിയില്ലായിരുന്നു. അനിത ഉമ്മിയെ കണ്ടതും നിർബന്ധിച്ച് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി അവളുടെ റൂമിൽ കൊണ്ടുപോയി ആക്കുന്നുണ്ട്. വേണു ആ സമയം അവൾ ഇവിടെ കിടന്നോട്ടെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ്. എന്നാൽ ഇനി മുതൽ അവൾ നടുക്കിലൊന്നും കിടത്താൻ പറ്റില്ല എന്ന് കർശനായിട്ട് അനിത പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാതെ വേണു ആന്ന് വെച്ചാല് അനിതയെ ആ റൂമിൽ ഒറ്റക്കാക്കി ഉമ്മിയുടെ റൂമിൽ അവനും പോയി കിടക്കുന്നുണ്ട്. ഭാര്യ പറയുന്നതിനോട് ഒരു വിലയും കൊടുക്കാതെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാലോചിച്ച് അനിത നന്നായി സങ്കടപ്പെടുന്നുണ്ട്. അവൾക്ക് തന്നെ തല താഴ്ത്തേണ്ടവരാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഉമ്മിയുടെ 13ാമത്തെ പിറന്നാൾ വരുന്നുണ്ട്. അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു സൈക്കിളാണ് അവര് വാങ്ങിക്കൊടുക്കുന്നത്. കാലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ അനിതയും വേണുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവര് തമ്മിൽ കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആവാനായിട്ട് തുടങ്ങാണ്. പിന്നീട് അവര് നല്ല രീതിയിൽ തന്നെ അറ്റാച്ച്ഡ് ആവുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പൊ സന്തോഷത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഒരു വലിയ സംഭവം നടക്കുന്നത്. എന്താണെന്ന് അറിയില്ല. ഉമ്മയ്ക്ക് രാവിലെ മുതൽ സ്കൂളിൽ പോയിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അവൾക്ക് എന്തോ ഭയങ്കര ക്ഷീണം പോലെ, ഭയങ്കര തളർച്ച പോലെ, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നാ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എക്സാം നടക്കുമ്പോ പോലും അവള് ഒരുപാട് വട്ടം ടോയ്ലറ്റിൽ പോകുന്നുണ്ട്. ഇത് ടീച്ചർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത അവർ വരുന്ന ടീച്ചറോട് ശ്രീലക്ഷ്മിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നും ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. അടുത്ത ടീച്ചർ വന്നതും ഉമ്മ എഴുന്നേറ്റ് നിന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയാണ്. ഇത് കേട്ടതും ബാക്കിയുള്ള കുട്ടികളെല്ലാം ചിരിക്കുന്നുണ്ട്. ടീച്ചർ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞതിന് ഇത്ര ചിരിക്കാൻ എന്താന്ന് ചോദിക്കാണ്. എന്നാൽ അവള് രാവിലെ മുതൽ 5 പ്രാവശ്യമായി ഇപ്പൊ ടോയ്ലറ്റിൽ പോകുന്നതെന്നാണ് കുട്ടികൾ പറയുന്നത്. എന്നാലും ടീച്ചർ അവളോട് അവിടെ നിന്ന് പൊക്കോടാനായിട്ട് പറയുന്നുണ്ട്. അവള് പോകുന്ന വഴിക്ക് അവിടെ തല കറങ്ങി വീഴാണ്. മെഡിക്കൽ റൂമിലേക്ക് അവളെ കൊണ്ടുപോകുന്നുണ്ട്. ഡോക്ടർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ കൗൺസിലിംഗ് ചെയ്യുന്ന ലിസി മിസ്സിനോട് ഒരു ലേഡി ഡോക്ടറെ കാണിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇപ്പോഴാണ് ഇവിടെ ഒരു വലിയ സംഭവം നടക്കുന്നത്. ആ ഒരു ഡോക്ടറെ ചെക്ക് ചെയ്തിട്ട് ഉമ്മി പ്രഗ്നന്റ് ആണെന്നാണ് പറയുന്നത്. 9ൽ പഠിക്കുന്ന ആ ഒരു കുട്ടി എങ്ങനെ പ്രഗ്നന്റ് ആയി? ഇതാലോചിച്ച് പ്രിൻസിപ്പളും ടീച്ചേഴ്സും എല്ലാവരും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അവരൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പളിന് ഇപ്പൊ ആകെ ടെൻഷൻ കയറാണ്. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ ഉമ്മിയുടെ അമ്മയെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് വരണമെന്ന് പറയാണ്. എന്താണ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി വേഗം തന്നെ അനിത സ്കൂളിൽ എത്തുന്നുണ്ട്. പ്രിൻസിപ്പളിന് ഈ കാര്യം എങ്ങനെ അനിതയോട് പറയുന്ന അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ അവസാനം ക്ലാസ് ടീച്ചർക്ക് ആ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഉമ്മിയെ കൗൺസിലിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ് ലിസി മിസ്. നല്ല രീതിയിലൊക്കെ ലിസി മിസ് കുറെ നേരം ഉമ്മിയോട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അവള് നോർമൽ ആയി എന്ന് തോന്നിയപ്പോൾ അവൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ, എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ആരെങ്കിലും മോളെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അതിനൊന്നും അവള് മറുപടി പറയുന്നില്ല. എന്നാ അവള് എനിക്ക് എന്റെ അച്ഛനെ കാണണം എന്ന് മാത്രമാണ് പറയുന്നത്. ഒരു ഘട്ടത്തില് കാവ്യ വല്ലാതെ കരയുന്നുണ്ട്. അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എന്താണ് അസുഖം എന്നാണ് അവള് ചോദിക്കുന്നത്. വിവരങ്ങളൊക്കെ അറിഞ്ഞ അനിത തന്റെ മകൾക്ക് ഈ ഒരു ഗതി വന്നല്ലോ എന്ന് ആലോചിച്ച് ആകെ തകർന്നു പോയി നിൽക്കാണ്. കൗൺസിലിംഗ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഉമ്മി തന്റെ അമ്മയെ കണ്ടതും സന്തോഷത്തോടുകൂടി ഒന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ചിരിക്കുന്നത് കണ്ട അനിതക്ക് ഭയങ്കര ദേഷ്യമാണ് വരുന്നത്. എവിടെയെങ്കിലും പോയി ചാവ്, നീ എന്റെ മോളല്ല, നിന്നെ എനിക്ക് കാണണ്ടെന്നൊക്കെയാണ് ദേഷ്യത്തോടുകൂടി അനിത അവളെ തല്ലിക്കൊണ്ട് പറയുന്നത്. ഉമ്മയ്ക്ക് കാര്യം എന്താന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൾ അമ്മ അമ്മ എന്ന് വിളിച്ച് കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അമ്മയുടെ അടുത്തേക്ക് പോകാനായിട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ടീച്ചേഴ്സ് എല്ലാവരും കൂടി പിടിച്ചു വലിച്ച് അവളെ വീണ്ടും കൗൺസിലിംഗ് റൂമിൽ അടച്ചിടുന്നുണ്ട്. പക്ഷെ ഉമ്മയ്ക്ക് ഇത്
ഇതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ, അവള് ചെറിയ കുട്ടിയല്ലേ, അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് പോലും അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ അവളുടെ സ്കൂളില് എല്ലാ ടീച്ചേഴ്സും കൂടി അർജന്റ് ആയ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഇതിനെ പറ്റി സംസാരിക്കാണ്. കുട്ടിയുടെ വായിൽ നിന്ന് ആരാണ് ഇത് ചെയ്തതെന്ന് വന്നിട്ടില്ല എന്ന് ലിസി മാം പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് പറയാൻ മടിയുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എനിക്ക് കൺഫേം ആയിട്ട് ഇത് പറയാൻ പറ്റില്ല എന്നാണ് ലിസി മാം പറയുന്നത്. ഒരിക്കലും ഇത് മീഡിയക്കാരോ പോലീസുകാരോ അറിയരുതെന്ന് സ്കൂൾക്കാർക്ക് നിർബന്ധമായിരുന്നു, കാരണം ഇത് സ്കൂളിന് വലിയൊരു ചീത്തപ്പേരാണ്. പ്രിൻസിപ്പള് ലിസി മാമിനെ ഒറ്റയ്ക്ക് വിളിച്ച് എന്താണ് കാര്യം എന്ന് തിരക്കുന്നുണ്ട്. ആ സമയത്താണ് ഉമ്മയോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച ടൈമില് 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ 7 ക്വസ്റ്റ്യനിലും അവൾ അവളുടെ അച്ഛനെ കാണണം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കുട്ടിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, അവള് വേറെ പയ്യന്മാരോട് ആരോടും അത്ര അറ്റാച്ച്ഡ് ആയിട്ട് ഇരുന്നിട്ടുമില്ല. ആകെ അവളുടെ അച്ഛനോട് മാത്രമാണ് അവൾ നല്ല അറ്റാച്ച്ഡ് ആയിട്ട് ഇരുന്നിട്ടുള്ളത്. എനിക്കെന്തോ കൺഫേം അല്ല, എന്നാലും അച്ഛനാണ് എന്നാണ് തോന്നുന്നതെന്ന് ലിസി മാം പറയുന്നുണ്ട്. അത് ആ ഒരു ടീച്ചേഴ്സിന്റെ ഇടയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇപ്പൊ ഉമ്മി കൗൺസിലിംഗ് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അവൾ ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ഫോൺ ഇരിക്കുന്നതായിട്ട് അവൾ ശ്രദ്ധിക്കുന്നത്. വേഗം തന്നെ അവള് അവളുടെ അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛൻ ഫോൺ എടുക്കുന്നില്ല. വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുകയാണ്. അവസാനം അച്ഛൻ ഫോൺ എടുക്കുന്നുണ്ട്. പക്ഷെ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ 2 ടീച്ചേഴ്സ് ആ റൂമിലേക്ക് വന്ന് ഫോൺ വാങ്ങി കട്ട് ചെയ്യുന്നുണ്ട്. അവളോട് ആരേക്കാണ് വിളിച്ചത് എന്നെല്ലാം ചോദിക്കുകയാണ്. തന്റെ അച്ഛനെയാണ് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. വീണ്ടും ആ ഒരു അച്ഛൻ തിരിച്ചു വിളിച്ചപ്പോ ഫോണ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ടീച്ചേഴ്സ് അവളോട് സംസാരിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ അച്ഛനും എന്തോ ഡൗട്ട് തോന്നിട്ട് പ്രിൻസിപ്പളിനെ വിളിച്ച് കാര്യം തിരക്കുന്നുണ്ട്. എന്താണെന്ന് അന്വേഷിച്ച് ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ കോള് കട്ട് ചെയ്യാണ്. ഇപ്പൊ അച്ഛാന്ന് വിളിച്ച് ഉമ്മയ്ക്ക് അറിയുന്ന ശബ്ദം കേട്ട അനിത ഓടി വന്ന് തന്റെ മകളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അമ്മ പെട്ടെന്ന് അങ്ങനെ റിയാക്ട് ചെയ്തതാണ്, എന്റെ മോള് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് കുറെ ഉമ്മ വെക്കുന്നുണ്ട്. അവൾ അപ്പോഴും അച്ഛനോട് സംസാരിക്കണം എന്നാണ് പറയുന്നത്. അനിതയും ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു കൊടുക്കാനായിട്ട് പോകുമ്പോൾ ലിസി മിസ് ആ ഫോൺ വാങ്ങി വെക്കാണ്. അനിതയോടും അച്ഛനെയാണ് ഞങ്ങൾക്ക് സംശയമെന്ന് മിസ് പറയുന്നുണ്ട്. അനിതക്ക് ഈ ടൈം സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളും അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അവള് ഉമ്മയും കൂട്ടിക്കൊണ്ട് ടീച്ചേഴ്സിന്റെ ഒപ്പം ഡോക്ടർ അടുത്തേക്ക് പോകാണ്. ആ ഒരു സമയത്ത് ഡോക്ടർ അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്, അതായത് പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പ്രൈവറ്റ് പാർട്ടിനെ പറ്റിയും ബാഡ് ടച്ച് ഗുഡ് ടച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു ഡോക്ടർ ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഉമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഒരു ഡോക്ടർ എന്തിനാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു കുട്ടിയായിട്ടുള്ള എന്നോട് സംസാരിക്കുന്നതെന്ന്. ഇപ്പൊ തന്റെ മകൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണുവും സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ പ്രിൻസിപ്പൾ അവനോട് സംസാരിക്കാനായിട്ട് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. പിടിയിലുള്ള ആൾക്കാര് വേണുവിനോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു സാറ് വേണുവിന്റെ ഫോട്ടോ എടുക്കാണ്, അവന്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ട്. വേണു അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അവിടെ അവൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോണ്ട് തന്നെ പിടിക്കാര് അവനെ കാറി കയറ്റി അവിടെ നിന്ന് വേഗം പോകാനായിട്ട് പറയാണ്. അനിതക്ക് അവൻ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ വഴിയിലൂടെ പോകുന്ന വഴിക്ക് ആരോടും ഒക്കെ വേണു തല്ലുണ്ടാക്കുന്നുണ്ട്. അവന്റെ അങ്കിളിനെയും കൂട്ടിക്കൊണ്ട് അവൻ ഒരു ബാറിലേക്ക് പോകാണ്. അനിതയെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അനിത ഫോൺ എടുക്കാത്തത് ആ ഒരു അങ്കിളിനോട് പറയുന്നുണ്ട്. അങ്ങനെ അങ്കിളിന്റെ ഫോണിൽ നിന്ന് അങ്കിൾ വിളിച്ച് സംസാരിക്കുകയാണ്. ഇതിനോടകം തന്നെ ആ ഒരു സാർ ഉണ്ടായിരുന്നല്ലോ ഫോട്ടോ എടുത്തത്, അയാള് ഒരു പോസ്റ്റർ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അച്ഛൻ തന്നെ മകളെ ഗർഭിണിയാക്കിന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. 2 പേരുടെ ഫോട്ടോയും വെച്ചിട്ട്. അത് ഭയങ്കര വൈറൽ ആവുന്നുണ്ട്. അത് വേണുവിന്റെ കണ്ണിലും പെടുന്നുണ്ട്. നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, വേണുവിനെ നിനക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അനിത എനിക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അവള് വേണുവിനോട് സംസാരിക്കുന്നും ഉണ്ടായിരുന്നില്ല. അവസാനം വേണുവിന് തന്റെ മകൾ ഏതോ ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന് മനസ്സിലാവുന്നുണ്ട്. അവൻ അവിടേക്ക് പോകുന്നുണ്ട്. തന്റെ അച്ഛനെ കണ്ട ഉമ്മയും ഓടി വന്ന് അച്ഛന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി കരയുന്നുണ്ട്. അവൾ എല്ലാവരും കൂടി പിടിച്ചു മാറ്റാണ്. അവിടെ ഒരു വാതിലുള്ളത് കാരണം ഇവർക്ക് തമ്മില് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അച്ഛനെയും ആൾക്കാർ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. ഈ സമയം അനിത ഒരു സംശയ രൂപത്തില് വേണുവിനെ നോക്കാണ്. ഈ ഒരു നോട്ടം അവനക്ക് സഹിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. നീ എന്നെ അങ്ങനെ നോക്കല്ലേ, നീ എന്തിനാണ് എന്നെ അങ്ങനെ നോക്കുന്നത് എന്നെല്ലാമാണ് അവൻ ചോദിക്കുന്നത്. ദേഷ്യം വന്ന അവനും അവളെ പിടിച്ച് നോക്കല്ലേ എന്നും പറഞ്ഞ് കുലുക്കാണ്. ആ സമയത്ത് 2 പേരും കൂടി തറയിലേക്ക് വീഴുന്നുണ്ട്. പോലീസുകാർ അവിടെ എത്തി വേണുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അവന്റെ മുഖത്ത് ബ്ലാക്ക് തുണി കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും വേണുവിന് സഹിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അവൻ വല്ലാതെ സൈലന്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ തന്റെ മകളുടെ വയസ്സ് എത്രാന്ന് ചോദിക്കുന്നുണ്ട്. അവനൊന്നും മിണ്ടുന്നില്ല. ദേഷ്യം വന്ന പോലീസുകാരനും സ്വന്തം മകൾക്ക് തന്നെ വയറ്റിൽ ഉണ്ടാക്കിയിട്ട് എന്നുള്ള ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഇത് കേട്ടതും വേണുവിന് സഹിക്കാൻ പറ്റാതെ ആ ഒരു പോലീസുകാരനെ തന്നെ അടിക്കാണ്. അവിടെ വലിയ വഴക്കാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവിടേക്ക് നല്ലവനായ ഒരു ഇൻസ്പെക്ടർ വരുന്നുണ്ട്. വേണു നിന്ന് കരയുന്നത് കണ്ട ഇൻസ്പെക്ടർക്ക് എന്തോ ഒരു പാവം പോലെ തോന്നാണ്. ഇൻസ്പെക്ടർ വേണുവിനോട് ഒറ്റയ്ക്കിരുത്തി സംസാരിക്കുകയും ചായ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇൻസ്പെക്ടർക്ക് വേണു നിരപരാധിയാണെന്ന് മനസ്സിലാവാണ്. ഇൻസ്പെക്ടർ നേരെ സ്കൂളിലേക്ക് പ്രിൻസിപ്പളിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്ത് നിഗമനത്തിലാണ് അച്ഛനാണ് പ്രതിന്ന് നിങ്ങൾ ഉറപ്പിച്ചതെന്ന് പ്രിൻസിപ്പളിനോട് ചോദിക്കുമ്പോ അതെല്ലാം ലിസി മിസ് ആണ് പറഞ്ഞത്, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ കാലുമാറാണ്. നിങ്ങൾ തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾ പോലീസുകാരൊന്നും അല്ലല്ലോ. ഇങ്ങനെ ഒരു പ്രശ്നം, ഇങ്ങനെ ഒരു ക്രൈം സ്കൂളിൽ നടന്നു കഴിഞ്ഞാൽ അത് പോലീസിനെ അറിയിക്കണം എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്ത് പ്രതികളെ കണ്ടെത്താനായിട്ട് പോലീസിന് മാത്രമേ പറ്റൂ എന്നെല്ലാം പറയാണ്. പ്രിൻസിപ്പളിന് ഇതിനുള്ള
ചോദിച്ചിട്ടുള്ള മറുപടി പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വേണു അല്ല കുറ്റക്കാരനെന്ന് ഒരുപാട് ടെസ്റ്റ് ഒക്കെ എടുത്ത് കണ്ടുപിടിച്ച് അവനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വേണുവിനെ കാണാനായിട്ട് അനിത പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് തന്റെ മകള് തന്നെ അനിതയോട് ചോദിക്കാണ്, എനിക്ക് അച്ഛനല്ല സംശയം, അമ്മയാണ്, ഞാൻ അച്ഛന്റെ മകൾ തന്നെയാണോന്ന്. അത് കേട്ട അനിതയോ നീ എന്ത് വർത്താനം ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോ പിന്നല്ലാതെ അച്ഛൻ എങ്ങനെയാണ് അമ്മ ഡൗട്ട് അടിക്കുന്നത്, എന്റെ അച്ഛനല്ല അതെന്നും പറഞ്ഞ അവള് പൊട്ടിക്കരയാണ്. ഇപ്പോഴാണ് അനിതക്ക് ഒരു ബോധം വന്നത്. പക്ഷെ വേണു അനിതയെ കാണാനായിട്ട് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഇൻസ്പെക്ടറും നിങ്ങൾ ഒരു കാരണവശാലും ഡൗട്ട് അടിക്കാൻ പാടില്ലായിരുന്നു, നിങ്ങളുടെ ഭർത്താവല്ലേ അത്, ഒരു അച്ഛനല്ലേ, ഞാനും ഒരു അച്ഛനാണ്, അയാൾ എത്ര വിഷമിച്ചിട്ടുണ്ടാവുന്ന എനിക്കറിയാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേണുവിനെ കാണാൻ പറ്റാതെ സങ്കടത്തോടുകൂടി തന്നെ അനിത അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്, ഉമ്മിയുടെ അച്ഛൻ ഉണ്ടായിരുന്നല്ലോ വേണു, അവന് ഈ പ്രതിയെ കണ്ടെത്തി ചുട്ടെരിച്ച് കൊന്നു കളഞ്ഞ് അതിന്റെ ചാരെടുത്ത് പുഴയിൽ ഒഴുക്കി കളയാണ്. ആരാണ് പ്രതി എന്നറിയോ? ഉമ്മിയുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു സാറ് തന്നെയായിരുന്നു. ആ ഒരു സാറാണ് ഇവരുടെ ഫോട്ടോസ് ട്രോള് പോലെ ഉണ്ടാക്കി വൈറലാക്കിയതൊക്കെ. ഉമ്മിയോട് ആ ഒരു സാർ അവളുടെ പൊട്ട ഫോട്ടോസ് ഒക്കെ അവന്റെ കയ്യിലുണ്ട്, നീ എങ്ങാനും ഇത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കൊന്നു കളയെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോലീസ് ചോദിച്ചിട്ടും അമ്മ ചോദിച്ചിട്ടും ടീച്ചേഴ്സ് ചോദിച്ചിട്ടും അവൾ ഒന്നും പറയാതിരുന്നത്. പക്ഷെ അവളുടെ അച്ഛൻ ചോദിച്ചപ്പോ അവള് സത്യങ്ങളെല്ലാം പറയുന്നുണ്ട്, ഈ ഒരു സാറാണ് ഇതെല്ലാം ചെയ്തത്. തന്റെ അച്ഛൻ അവൾക്ക് അത്രത്തോളം വിശ്വാസമായിരുന്നു, തന്റെ അച്ഛനെ കൊണ്ട് മാത്രമേ ഇത് നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റൂ എന്ന് അവൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ആകെ പറഞ്ഞ ഒരു കാര്യം ആ സാറിനെ കൊന്നു കളയാനായിരുന്നു. അതാണ് ആ ഒരു അച്ഛൻ ചെയ്തത്. ഇപ്പൊ ഉമ്മ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു, അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല. അത് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു കൊടുക്കാനായിട്ട് നിന്നില്ല. സന്തോഷത്തോടുകൂടി ആ ഒരു ഫാമിലി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇതിലൊരു വലിയ മെസ്സേജ് ഉണ്ട് അല്ലെ, പെൺകുട്ടികൾ സ്കൂളിലൊക്കെ അയക്കുമ്പോ ഏത് തരത്തിലുള്ള സാർമാരാണ് അവിടെ ഉള്ളത് ഒന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മളുടെ മക്കളെ അടുത്ത് വിളിച്ചുകൊണ്ട് അന്ന് സ്കൂളിൽ എന്തൊക്കെ സംഭവിച്ചു, ആരൊക്കെ പരിചയപ്പെട്ടു, ആരോടാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞു വെക്കണം. അപ്പൊ നമ്മളെ മക്കളെ സേഫ് ആക്കാൻ നമുക്ക് പറ്റുമല്ലേ. എന്തായാലും ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോവാ. താങ്ക്